എറണാകുളം പാലാരിവട്ടത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അതിക്രമം. കത്തിയുമായി യുവതികളുടെ പിറകെ നടന്ന് അയാൾ ശല്യം ചെയ്തു. അക്രമിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ദൃശ്യങ്ങൾ 24-ന് കൊച്ചി ബ്യൂറോയിലെ ഹസീബാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ആൻമരിയ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മൾ ഓഫീസിലേക്ക് വരുന്ന വഴിയാണ് ഈ സംഭവം നമ്മൾ കാണുന്നത്. അത് അന്വേഷിച്ചപ്പോഴാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ അറിയുന്നത്. ഏകദേശം ഒരു 7 മണി സമയത്തോടു കൂടിയാണ് എറണാകുളം പാലാരിവട്ടത്തേക്ക് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അക്രമവുമായി എത്തുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ കത്തി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ബസ് സ്റ്റോപ്പിൽ തന്റെ കൂട്ടുകാരികളെ കാത്തു നിൽക്കുന്ന യുവതിയെ ആദ്യം ഇദ്ദേഹം ഈ വ്യക്തി ശല്യം ചെയ്യുന്നു. തുടർന്ന് മറ്റു കൂട്ടുകാരികൾ ആ സ്ഥലത്തെത്തിയതിനു ശേഷം ഈ പെൺകുട്ടി പറയുന്നു അയാൾ നിരന്തരമായിട്ട് തന്നെ ശല്യം ചെയ്യുന്നുണ്ട് എന്ന് ഈ പെൺകുട്ടി പറയുന്നു. പിന്നീട് അവർ ഇതര സംസ്ഥാന തൊഴിലാളിയെ ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇയാൾ കത്തിയുമായിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് അവിടുന്ന് ഭയം കൊണ്ട് ഓടിയ പെൺകുട്ടികളുടെ പുറകെ ആ വ്യക്തി ഇതര സംസ്ഥാന തൊഴിലാളി കത്തിയുമായിട്ട് പുറകെ ചെല്ലുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പിന്നീട് ഇത് കണ്ടെത്തിയ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ് ഈ വ്യക്തിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനിടയിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് ആ യുവാവിന്റെ തലയ്ക്ക് മാരകമായിട്ട് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നാട്ടുകാരാണ് ഇയാളെ പിടികൂടിയത്. കയറുകൊണ്ട് കയ്യിൽ കെട്ടി ആണ് പോലീസിനെ ഏൽപ്പിക്കുന്നത്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളിയെ മാറ്റിയിട്ടുണ്ട്. SKN ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണ രാത്രി സമയങ്ങളിലാണ് ഇവരുടെ കൂടുതലായിട്ടുള്ള അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ മാരകമായിട്ടുള്ള ഈ ലഹരി മരുന്നുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ വെളുപ്പിന സമയത്ത്, അതും 7 മണി സമയത്തൊക്കെ എറണാകുളം പാലാരിവട്ടം പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇത്രയധികം തിരക്കുകളുള്ള ഇത്രയധികം ആളുകളൊക്കെ എത്തുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഈ യുവതികളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ആണെങ്കിൽ പോലും ഈ രീതിയിൽ ശല്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഭീതിപ്പെടുത്തുന്നതാണ്. എന്തായാലും ഈ ഇതര സംസ്ഥാന തൊഴിലാളിയെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വ്യക്തിയുടെ പേരെന്താണ്, എവിടെ നിന്നാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിവരങ്ങളെല്ലാം നമുക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ. ഓക്കെ, ആൻമരിയ സണ്ണി നമ്മളോട് പറയുന്ന കാര്യം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. രാവിലെ 7 മണിക്കൊക്കെ നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടികളെയൊക്കെ ശല്യം ചെയ്യാൻ ഇവരൊക്കെ ധൈര്യപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ക്രമസമാധാനത്തെക്കുറിച്ചൊക്കെ വെല്ലുവിളി ഉയർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല, കുറച്ചു കാലം മുമ്പ് ഒരു മോർണിംഗ് ഷോയിൽ ഞാൻ പറഞ്ഞു, ഈ പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ചേക്കേറിയിട്ടുണ്ട്. അവർക്ക് ഒരു മിനി ഗൾഫാണ് കേരളം. അതൊക്കെ നല്ല കാര്യമാണ്. നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ ചായക്കടകളൊക്കെ തന്നെ പ്രവർത്തിക്കണം, ഇവരുടെ സാന്നിധ്യം വേണം. ഒരു റബ്ബർ വെട്ടുന്നതിനും തെങ്ങ് കയറുന്നതിനും ഒക്കെ ഇവരെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുക്കള പണിക്ക് പോലും അന്യസംസ്ഥാന തൊഴിലാളികൾ വേണ്ട ഒരു അവസ്ഥയിലേക്ക് മലയാളി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ അതേസമയം ഈ തൊഴിലാളികളുടെ എല്ലാ വിശദാംശങ്ങളും അതാത് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല എങ്കിൽ ഭാവിയിൽ ചില ഇതുപോലെ കത്തിയെടുത്ത് ചില കൈക്കറികളൊക്കെ കാണിക്കുന്ന ചില ആളുകളുടെ പേരുവിവരങ്ങൾ തിരക്കി നമ്മൾ ഉത്തരേന്ത്യയിൽ എവിടെ പോയാലും ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. കാര്യം ബംഗ്ലാദേശിൽ നിന്നൊക്കെ കള്ള പാസ്പോർട്ടുമായിട്ടൊക്കെ ഇന്ത്യയിലേക്ക് കടന്ന് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുപ്പായമിട്ട് കേരളത്തിൽ വരുന്ന ചില കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ബാക്കി നിൽക്കെ ഈ കാര്യത്തിൽ അടിയന്തരമായൊരു താല്പര്യം നമ്മൾ കാണിക്കണം. ഇപ്പോൾ തന്നെ നമ്മൾ ഇത്തിരി താമസിച്ചു പോയി. ഇനിയും താമസിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ വലിയ വിലയായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.